പിള്ളേരെ അങ്ങ് ഫുൾ ഫ്രീ ആക്കി വിട്ടേക്കണം. പണ്ട് നമ്മളൊക്കെ അങ്ങനെ അല്ലായിരുന്നു. ഞാനൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ വീടിനടുത്ത് ക്ലബ്ബും ഓണപരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം രാവിലെ ആകുമ്പോൾ നമ്മളെയൊക്കെ ഇങ്ങനെ കഴിച്ചു വിട്ടേക്കും. രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ക്ലബ്ബിലെ പരിപാടിക്ക് പോകുന്നു. ഓട്ട മത്സരം, ചാട്ട മത്സരം, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ എന്ന് വേണ്ട സർവ്വ പരിപാടിയിലും ഞാൻ മുൻപന്തിയിലാട്ടോ. ഞാനാണെങ്കിൽ സമൂഹഗാനം വരെ ഒറ്റയ്ക്ക് പാടുന്ന ടൈപ്പ്. ഞാൻ ഇപ്പോൾ ചേട്ടനോട് പറയുമായിരുന്നു, ചേട്ടനോട് ദിശയോട് നമുക്ക് ചമ്മലും നാണക്കേടും എന്ന് പറയുന്നത് പണ്ടേ ഇല്ല. എക്സ്ട്രീം എക്സ്ട്രോവേർട്ടാണ് ഞാൻ കേട്ടോ. എനിക്ക് ചമ്മലും നാണക്കേടൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ പുറകോട്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. എപ്പോഴും നമ്മുടെ ഒരു നേച്ചർ അങ്ങനെയാണ്, ബേസിക് നേച്ചറേ അങ്ങനെയാണ്. എല്ലാത്തിലും പോയി പങ്കുചേരും. വേണമെങ്കിൽ സമൂഹഗാനം ഒറ്റയ്ക്ക് പാടും. അങ്ങനെ അന്നൊക്കെ ക്ലബ്ബിൽ എന്ത് പരിപാടി വന്നാലും ഏറ്റവും കൂടുതൽ ഇത് വാങ്ങിക്കണം എന്നുള്ള ചിന്തയിൽ എല്ലാത്തിനും പോയി പങ്കെടുത്ത് ചലച്ചിത്രഗാനവും പദ്യപാരായണം അതിനും ഇതിനും എല്ലാത്തിനും ചേർന്ന്. പക്ഷെ സമ്മാനമൊക്കെ കിട്ടും കേട്ടോ. ലവ് യു ടീച്ചറമ്മ, ലവ് യു മക്കളെ. അപ്പം അതുപോലെ കണ്ണനും അമലുവിനെയും അവരെ ഇങ്ങനെ രാവിലെ വിട്ടു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിള്ളേരെ അങ്ങനെ വളർത്തണം. നമ്മൾ ഈ അമൂൽ ബേബിയെ വളർത്തുന്ന കണക്ക് കാറ്റ് കൊള്ളിക്കാതെ മഴ കൊള്ളിക്കാതെ റൂമിനകത്തിട്ട് അടച്ചു വളർത്തി, അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ റൂമിലിട്ട് അടച്ചു വളർത്തി ജീവിതം എന്തെന്നല്ലേ, പച്ചയായ ജീവിതം. ഞാൻ എപ്പോഴും എൻ്റെ മക്കളെ അങ്ങനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. പച്ചയായ ജീവിതം എന്തെന്ന് പറഞ്ഞാൽ അവർ ഉത്സവ പരിപാടിക്കും പോയി, ഗാനമേളയ്ക്കും പോയി, നാടകത്തിനും പോയി, ക്ലബ്ബിലെ പരിപാടിയിലും പങ്കെടുത്ത്. പണ്ട് നമ്മളെങ്ങനെ വളർന്നോ അങ്ങനെ അവർ വളരണം. അപ്പോൾ ആ രീതിയിൽ നമ്മളങ്ങ് ഫുൾ ഫ്രീ ആക്കി വിട്ടേക്കുകയാണ്.